വക്രദൃഷ്ടി തുടരുന്നു. കൊല്ലം DCCയുടെ ഊർജ്ജസ്വലയായ പ്രസിഡന്റ് ആയതിനു ശേഷം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തനം ഉഷാറാക്കാൻ ബിന്ദുകൃഷ്ണ കണ്ടെത്തിയ മാർഗമാണ് കശുവണ്ടി പ്രക്ഷോഭം. അടഞ്ഞുകിടക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിക്കുക എന്നതാണ് ഡിമാൻഡ്. ബിന്ദുകൃഷ്ണയുടെ പാർട്ടിയും മുന്നണിയും ഭരിച്ചപ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെയും കാപ്പക്സിൻ്റെയും ഫാക്ടറികൾ അടഞ്ഞുകിടന്നതിനാൽ കൊല്ലം ജില്ലയിൽ ബിന്ദുകൃഷ്ണയടക്കം എല്ലാ UDFകാരും തോറ്റു. മേഴ്സിക്കുട്ടിയമ്മ വന്ന് ഈ ഫാക്ടറികൾ തുറന്നു. സ്വകാര്യ ഫാക്ടറികൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് ബിന്ദുകൃഷ്ണയ്ക്ക് കശുവണ്ടി മേഖലയോടുള്ളത് പെറ്റമ്മയോടുള്ള ബന്ധമാണ്. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ഇതാ പിടിച്ചോ, ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കശുവണ്ടി തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതാകുന്നത് അങ്ങേയറ്റം വേദനയുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ജനിച്ചത് ഒരു കശുവണ്ടി തൊഴിലാളി അമ്മയുടെ മകളായിട്ടാണ്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അമ്മ കൊട്ടിയത്ത് 1-ാം നമ്പർ കാഷ്യൂ കോർപ്പറേഷന്റെ 1-ാം നമ്പർ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു. ജനിച്ച് 3 മാസമായപ്പോൾ മുതൽ ആ ഫാക്ടറിയിലെ തൊട്ടിപ്പരയിൽ വളർന്ന് ആ ഫാക്ടറിയിലെ അവിടെ തന്നെ കമിഴ്ന്നു വീണതും പിച്ച വെച്ചതും എഴുന്നേൽക്കാൻ പഠിച്ചതും നടക്കാൻ പഠിച്ചതും ആ ഫാക്ടറിയിൽ നിന്നാണ്. അന്നത്തെ കാലത്ത് ജോലിയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. ഞായറാഴ്ച അവധി ദിവസങ്ങൾ, അതുപോലെയുള്ള അവധി ദിവസങ്ങൾ മാത്രമായിരുന്നു ജോലി ഇല്ലാതിരുന്നത്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു. കൂലിയില്ലായിരുന്നു, മറ്റ് അവകാശങ്ങളില്ലായിരുന്നു. പലപ്പോഴും ESI ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമായിരുന്നു, പ്രോവിഡന്റ് ഫണ്ടിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമായിരുന്നു. ബോണസുകൾ ചില സമയങ്ങളിൽ യഥാസമയം കിട്ടില്ലായിരുന്നു. എന്റെ അമ്മ പിന്നീട് രോഗബാധിതയായി തൊഴിലിന് പോകാൻ കഴിയാതെ ആയതിനു ശേഷം പക്ഷേ അർഹമായ ESI ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ കുറെ നാള് കാഷ്യൂ കോർപ്പറേഷനിലും ESI കോർപ്പറേഷന്റെ വിവിധ ഓഫീസുകളിലും കയറി ഇറങ്ങി കിട്ടാതെയായി കോടതിയിൽ കേസിന് പോയി. ഇവിടെ ESI കോടതി എന്റെ അമ്മയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. പക്ഷേ ESI കോടതി ഹൈക്കോടതിയിൽ പോയി. വീണ്ടും പാവപ്പെട്ട തൊഴിലാളിയായ ഞങ്ങളുടെ കുടുംബം ഹൈക്കോടതിയിൽ പോയി കേസ് റിമാൻഡ് ചെയ്ത് തിരിച്ചു വന്നു. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കോടതി നടപടികൾ ഒരുപാട് നീണ്ടുപോകും. ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ആരംഭിച്ച കേസ് ഞാൻ പഠിച്ച് വക്കീലായി കൊല്ലത്തെ കോടതിയിൽ വന്നപ്പോഴും ആ കേസ് അവിടെ നിൽക്കുകയാണ്. വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു. പിന്നീട് കൊല്ലത്തെ ESI കോടതിയിൽ പോയി എന്റെ അമ്മയ്ക്ക് വേണ്ടി ആ കേസ് വാദിച്ച് വിജയിപ്പിച്ചുകൊണ്ടാണ് ഔദ്യോഗികമായ എന്റെ ജീവിതം ആരംഭിച്ചത്. അതിനൊരു സൈഡ് ട്രാക്ക് ഞാൻ വേറെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. അതിനുശേഷം ഒരുപാട് അമ്മമാരുടെയും സഹോദരിമാരുടെയും കേസുകൾക്ക് വേണ്ടി കൊല്ലത്തെ ESI കോടതിയിലും കൊല്ലത്തെ ലേബർ കോടതിയിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ തൊഴിലില്ലാതെ എന്ത് കേസ്, തൊഴിലില്ലാതെ എന്ത് വരുമാനം, തൊഴിലില്ലാതെ എന്ത് ആനുകൂല്യം? ഇനി ഒരു അക്ഷരം മിണ്ടാൻ നിന്റെ കിട്ടി ഞാൻ കയറുന്നു. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ സമരം ചെയ്ത് തുറപ്പിക്കുന്നതോടൊപ്പം UDF ഭരണകാലത്ത് കോർപ്പറേഷൻ ഫാക്ടറികൾ പോലും അടയാതിരിക്കാൻ ഭാവിയിൽ ശ്രമിക്കുമല്ലോ. കൊല്ലത്ത് നിന്ന് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് മാത്രം മന്ത്രിയായാൽ പോരല്ലോ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.